യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിനും നെറ്റ്വർക്കിന്റെ മറ്റു ഇഷ്യൂസ് ഒന്നും കൂടാതെ ഏറ്റവും അനുഗ്രഹമായിട്ട് ഇന്നത്തെ പ്രാർത്ഥന മീറ്റിംഗ് നടക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥനയോടെ ദേവസേനയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 86-ന്റെ 4-5 5-6 വാക്യങ്ങൾ. കർത്താവെ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാവുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ, എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. കഴിഞ്ഞ 207 പ്രാർത്ഥനാ മീറ്റിങ്ങും അനുഗ്രഹമായിട്ട് നടക്കുവാൻ വലിയ ദൈവം സഹായിച്ചു. അത്ര മെസ്സേജ് നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് കേൾക്കുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. അതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കാൻ, അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും അതിന്റെ ഉത്തരം കണ്ട് സന്തോഷിപ്പാനും വലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് അനേക വിഷയങ്ങൾ ഓർത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഇന്നത്തെ പ്രോഗ്രാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രെയർ ചെയ്യുന്നത് ശാന്തമ്മ ജോൺ ആന്റിയാണ്. 2 പാട്ട് നമുക്കായിട്ട് പാടുന്നത് സിസ്റ്റർ യൂനിസ് ക്രിസ്റ്റിയാണ്. അതിനുശേഷം 20 മിനിറ്റ് മെസ്സേജ് അത് നമ്മുടെ സൂസൻ മാത്യു ആന്റിയാണ്. അതിനുശേഷം നമ്മൾ 7:25 വരെയുള്ള സമയം അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വിവിധ റൂമുകളിലേക്ക് നാം മാറുന്നതാണ്. ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നത് സിസ്റ്റർ ജിജിമോൾ റിനിയാണ്. ഇന്നത്തെ പ്രോഗ്രാം ഇപ്രകാരമായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദേവസേനയിലിരിക്കാം. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രെയറിനായിട്ട് പ്രിയ ശാന്തമ്മ ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സുധാന്തയമേ, ഈ സമയത്ത് ഞങ്ങൾ അവിടുത്തെ ശല്യം കേട്ടുവെന്ന് കർത്താവെ, ഈ 208-ാമത്തെ ഈ മീറ്റിംഗ് കർത്താവെ അനുഗ്രഹമായി നടപ്പാൻ തക്കൊണ്ട് അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇതുവരെ ഞങ്ങളെ നടത്തിയെന്നാഥ, അവിടെ ഞങ്ങളുടെ വിനേശ്വരായിട്ട് ഞങ്ങളെ പരിപാലിച്ചു, അവിടെ ഞങ്ങളെ സ്നേഹിച്ചു വീണ്ടെടുത്ത് മക്കളും അവകാശങ്ങളുമാക്കി തീർത്ത വലിയ സ്തോത്രം. അവിടുന്ന് ഉന്നതനാണ്, മഹോന്നതനാണ്, രാജാവാണ്, കർത്താവാണ്. എന്നാൽ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഞങ്ങൾക്ക് വേണ്ടി സ്വന്തമുള്ളവനായി തീർന്നു. ഞങ്ങളെ വീണ്ടെടുപ്പാനായിട്ട് അവിടെ സഹിച്ച വ്യതകളെ ഓർക്കുന്നു കർത്താവെ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. അവിടുന്ന് ആരാധിക്കുക, അവിടുന്ന് മാത്രം യോഗ്യനായിരിക്കുക. സ്തോത്രം. സകല സ്തുതിയും ബഹുമാനം സ്തോത്രം ഭവിച്ചെല്ലാം ഞങ്ങൾ അവിടത്തേക്ക് പരമേൽപ്പിക്കുന്നു കർത്താവെ. അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി കൂടി വരുമ്പോൾ അനേക കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹവിശ്വാസികൾക്ക് വേണ്ടിയിട്ടും കർത്താവ് സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് സുഖമില്ലാതെ കഷ്ടതയിൽ കൂടെ കടന്നു വന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കടമ്പട്ടിലാണ്. സഹായിക്കണമേ. അതുപോലെ ഞങ്ങളുടെ സ്ഥലസഭകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്ഥലസഭയിൽ കൂടെ ദൈവത്തിന്റെ നാമം അധികമായിട്ട് മഹത്വപ്പെടാൻ ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുകയും ജയിക്കുകയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് ഇത് ലീഡ് ചെയ്യുന്ന പ്രിയാസിനി സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. മകളെ എത്രത്തോളം ബലപ്പെടുത്തി ഓരോ സമയങ്ങളിൽ അവിടുന്ന് കൂടി ഇന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. അനുഗ്രഹമായി നടത്തുവാൻ തക്കൊണ്ട് ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടി സഹായിക്കുന്ന പ്രിയ യൂനിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മൾക്ക് നല്ല പാട്ടുകൾ കൊടുത്ത് പാടി ഞങ്ങളെ സന്തോഷിപ്പാൻ സഹായിക്കണം. ദൈവത്തിന്റെ നാമമഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ വചനം പറയുന്ന പ്രിയ സഹോദരി സൂസൻ മാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്നുള്ള പരിശുദ്ധാത്മാവ് നിറവോടുകൂടെ വചനം ഘോഷിപ്പാനും അത് ഞങ്ങൾക്കത് പ്രയോജനമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അത് ആചരിക്കുന്നവരായിട്ട് ഇരുപ്പാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകളെ ബലപ്പെടുന്ന കർത്താവെ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് വിവിധ സ്ഥലങ്ങളിൽ കൂടുമ്പോൾ അവിടത്തേക്ക് പോടി ഉണ്ടായിരിക്കണമേ. അതിന് ലീഡ് ചെയ്യുന്ന എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം കർത്താവെ. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ജിജിമോക്കായി സ്തോത്രം. സഹായിക്കുകയും ജയിക്കുകയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ കൂടി വരെ ആദ്യമായിട്ടൊന്നും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റിന്റെ യാതൊരു പ്രയാസം ഉണ്ടാകാതൊന്നും പരിപാലിക്കണേ. കാലാവസ്ഥയെ നിയന്ത്രിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവത്തേക്ക് ഇരിക്കട്ടെ. ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാർക്കായി സ്തോത്രം. അവർ ചെയ്യുന്ന അധ്വാനത്തിനായി സ്തോത്രം കർത്താവെ. അവിടുന്ന് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. സകലമാനവത്തേക്ക് ഇരിക്കട്ടെ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയെ നാം തന്നെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. താങ്ക് യു ആന്റി. ദൈവം ധാരാളമായിട്ട് ആന്റിയെ തുടർന്നും അനുഗ്രഹിക്കട്ടെ.
ഫാൻഡത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. അതിനായിട്ട് സിസ്റ്റർ യൂനിസ് ക്രിസ്റ്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. God's name be glorified. Am I audible? Yes, yes. Yes, you are. താങ്ക് യു മോളെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൊരു പ്രത്യാശ ഗീതമാണ് കേട്ടത്. ഈ ലോകത്തിലെ കഷ്ടതയും പട്ടിണിയൊന്നും ഇല്ലാത്ത ഒരു രാജ്യം നമുക്കുണ്ട്. നമ്മൾ അതിനായി കാംക്ഷിച്ചിരിക്കുകയാണ് അല്ലെ. അവിടെ നമ്മള് ഈ നാളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അവിടെ നമുക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ എം.ഇ. ചെറിയാൻ സാർ എഴുതിയ പാട്ടാണിത്. പ്രിയ മോള് നന്നായിട്ട് പാടി. ദൈവം ധാരാളമായിട്ട് പ്രിയ മോളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു പാട്ടുകൂടി ഉണ്ട്. ആ പാട്ടിനായിട്ട് പ്രിയ മോളെ ക്ഷണിച്ചോളുന്നു.
താങ്ക് യു മോളെ. വളരെ എനിക്ക് നന്നായിട്ട് പാടി. ദൈവം ധാരാളമായിട്ട് പ്രിയ മോളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ധാരാളം ശുശ്രൂഷ പാടുവാൻ ദൈവം അവസരങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു സമർപ്പണ ഗീതമാണ് നാം ഇപ്പോൾ കേട്ടത്. നാം പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ നാം കർത്താവിന്റെ പാദത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആ ഒരു ചിന്തയോടെ ദൈവഭയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്തായിട്ട് നാം ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അതിനായിട്ട് പ്രിയ സൂസൻ മാത്യു ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാണ്ഡത്തിന്റെ ഈ 208ാമത്തെ മീറ്റിംഗിലേക്ക് എനിക്ക് ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാനുഷ്യ ശബ്ദമല്ല, ദൈവീയ ശബ്ദം കേൾപ്പാൻ തക്കോണം നിങ്ങൾ ഓരോരുത്തർ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ തക്കോണം നിങ്ങൾ എന്നെ നെറ്റിനൊന്നും പ്രോബ്ലം ഉണ്ടാകാതെ ദൈവം കാത്തു പരിപാലിക്കണേ. നിങ്ങൾ തുറന്നു എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മള് കേൾക്കാമല്ലോ സുനി? നമ്മളെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ഈ അവസരത്തില് തിരുവചനത്തിൽ അനേകം പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നെഹമ്യാവ്, ദാനിയേല്, ദാവീദ്, ഏലിയാവ്, അങ്ങനെ പലരെയും നമുക്കറിയാവുന്നതാണ്. അതുപോലെ പ്രാർത്ഥന ശ്രീരത്നങ്ങളെ കൂട്ടത്തിൽ ഹന്നയെ അറിയാം, എസ്തറിനെ അറിയാം. അങ്ങനെ നമുക്ക് പലരെയും കുറിച്ച് അറിയാവുന്നതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥനാ പ്രവാചകനെ കുറിച്ചാണ് നമുക്ക് ഓർക്കാനുള്ളത്. കഷ്ടതയിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ച ഒരു പ്രവാചകനെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ച യോന പ്രവാചകൻ. യോനയുടെ പുസ്തകം 2-ന്റെ 1-ാം വാക്യം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചുറഞ്ഞതെന്നാൽ ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. ഇത് നമുക്ക് അറിയാവുന്നതാണ്. യോനയ്ക്ക് കഷ്ടത ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കാരണം യോനായ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവനെ നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വളരെ തർശീശിലേക്ക് കടന്നു പോയതിന്റെ ഉദ്ദേശം അവനെ നിനവയിൽ പോയി പ്രസംഗിച്ച് അവിടെയുള്ള ദുഷ്ട മനുഷ്യരോട് പ്രസംഗിക്കുന്നത് അവന് ഒരു പ്രയാസമായിട്ട് തോന്നിയത് കാരണമായിരിക്കും അവന് തർശീശിലേക്ക് പോകാനായിട്ട് യാഹോയിലേക്ക് ചെന്നു. അവിടുന്ന് കപ്പൽ കയറി ടിക്കറ്റ് എടുത്ത് തർശീശിലേക്ക് കപ്പൽ കയറി. അവിടുന്ന് കപ്പൽ കയറി ഉടനെ തന്നെ അവൻ അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനെ കൂർക്കം വലിച്ച് ഏറ്റവും അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. മാത്രവുമല്ല അവൻ കർത്താവിന്റെ അരുളപ്പാട് അനുസരിക്കാതെ ഒരു അനുസരണം കെട്ട ഒരു യോനായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് യാതൊരു പരിസരബോധവും ഇല്ലാതെ ഉറങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല അവൻ അതിൽ കയറി കിടന്നപ്പോൾ തന്നെ കടൽ ശോഭിച്ചു. കപ്പൽ മുങ്ങുമാറാകുന്ന മാത്രം കോളും കാറ്റും ഒക്കെ ഉണ്ടായി. എല്ലാവരും ഭയപ്പെട്ടു, ഭയവിതരായി ഓടി. എല്ലാവരും ഇത് എങ്ങനെ സംഭവിച്ചു, ഒരിക്കലും ഇതിന് സംഭവിക്കാത്ത കാര്യം എങ്ങനെ സംഭവിച്ചോ എന്നറിയാതെ അവരെല്ലാവരും ഭയവിതരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നപ്പോൾ കപ്പലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു മാന്യം അദ്ദേഹം കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. കാരണം അവന് യാതൊരു പരിസരബോധവുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവനെ ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അവനെ കപ്പൽ പ്രമാണി അവനെ വിളിച്ചുണർത്തിയതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വിളിച്ചുണർത്തിയപ്പോൾ അവന് മനസ്സിലായി കാറ്റും കോളും കപ്പലും മുങ്ങോറായെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അവനോട് ചോദിച്ചു, നീ എഴുത്തുകാരനാണ്, ഏത് രാജ്യജാതിക്കാരനാണെന്ന് കപ്പൽക്കാരൊക്കെ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാനൊരു എബ്രായനാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ യഹോവ ഞാൻ ഭജിച്ചു വരുന്നുവെന്ന് അവൻ പറഞ്ഞു. അവനെ തന്നെ അവനോട് റിയലൈസ് ചെയ്യാണ്, എന്റെ മൂലമാണ് ഇവിടെ കടൽക്ഷോഭം ഉണ്ടായതും കപ്പൽ മുങ്ങുമാറായതും എന്നുള്ളത് അവനെ തന്നെ അവൻ ചിന്തിക്കുകയുണ്ടായി. ഉടനെ അവരെല്ലാവരും അവനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, നിന്റെ ദൈവത്തോട് നീ ഭജിച്ചു വരുന്ന കർത്താവിനോട് നീ പ്രാർത്ഥിക്കാൻ പറയുന്നതായിട്ട് ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവൻ അവരോട് അറിയിച്ച ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്ന ഒരു യോനായാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധി വിട്ട് ഓടിപ്പോയാൽ നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് സംഭവിക്കുന്നതാണെന്നുള്ളത് എത്രയോ വാസ്തവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ അറിഞ്ഞവരായ ദൈവമക്കളായ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയാൽ നമുക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുക എന്നുള്ളത് എത്രയോ വാസ്തവമാണ്. അതുപോലെ തന്നെ അവൻ 1-ാം അധ്യായത്തിന്റെ 11-ൽ കാണുന്നത് സമുദ്രം മേൽക്കുമേൽ കോപിച്ചത് കൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ തക്കോണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ അവരോട് പറയാണ്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുവാൻ. അപ്പോൾ സമുദ്രം അടങ്ങുമെന്ന് അവൻ പറയുകയാണ്. അവനെ വലിയ കോളും നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു.
അവനെ കരയ്ക്ക് എടുക്കേണ്ടതിനെ തണ്ട് വലിക്കാൻ പാടില്ലാതെ വന്നപ്പോൾ അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവിതം ഞങ്ങൾ നശിച്ചു പോകരുതേ എന്ന് അവരൊക്കെയും പറയുകയുണ്ടായി. എന്നാല് യോന തന്നെ പറയുന്നുണ്ട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുവാന്, സമുദ്രത്തിൽ കോപം അടങ്ങുമെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളൊക്കെ നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചു ആക്കിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ യോന മത്സ്യത്തെ അവിടെ കൽപ്പിച്ചുണ്ടാക്കി. യോനയെ കടലിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം അവൻ സമ്മതിക്കുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവനെ കടലിൽ എറിഞ്ഞപ്പോൾ അവനെ ഒരു മത്സ്യം വന്ന് അവനെ വിഴുങ്ങിയതായിട്ട് കാണുവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ കരുതുന്ന ഒരു കർത്താവ്, യോനയെ കരുതിയ കർത്താവ്, അവനെ കടലിൽ എറിഞ്ഞിരുന്നെങ്കിൽ കടലിൽ മുങ്ങിപ്പോകുമായിരുന്നു, അവൻ മരിച്ചു പോകുമായിരുന്നു. എന്നാലും ദൈവം അവനെ കൈവിട്ടില്ല, മത്സ്യത്തെ കൽപ്പിച്ചുണ്ടാക്കി മത്സ്യം അവനെ വിഴുങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവൻ 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ അവൻ കിടന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്നെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇവിടെ അവനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ. നേരത്തെ അവനെ നിനവേക്ക് പോകാനായിട്ട് പറഞ്ഞപ്പോൾ അവനെ പ്രാർത്ഥിക്കാതെ അവൻ തർശീശിലേക്ക് പോയി. അവനെ പ്രാർത്ഥന അവിടെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു, കഷ്ടതയിൽ നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവിടെ അവന് ഓക്സിജൻ കിട്ടിക്കാണും. എന്നാൽ അവന് ആഹാരമൊന്നും കിട്ടാതെ അവനവിടെ അയ്യം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അയ്യം വിളിക്കുന്നു, നീ എന്റെ നിലവിളി കേട്ടു, നീ എന്നെ സമുദ്രത്തിന്റെ ആട്ടിൽ ഇട്ട് കളഞ്ഞു, പ്രവാഹവനെ ചുറ്റി ഓളങ്ങൾ തിരമാലകളെല്ലാം എന്റെ മീതെ കടന്നുപോയി എന്നിവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു യോനയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കഷ്ടതയിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാല് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളത് എത്ര വാസ്തവമാണ്. നമ്മളെ പ്രാർത്ഥനാ വീരന്മാരും പ്രാർത്ഥന ശ്രീരത്നങ്ങളൊക്കെ പ്രാർത്ഥിച്ച പിള്ളേർക്കൊക്കെ മറുപടി ലഭിച്ചു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. എന്നാല് ഇവൻ യഹോവയോട് നിലവിളിച്ചപ്പോൾ സമുദ്രത്തിന്റെ കടൽ മത്സ്യത്തെ ദൈവം ഒരുക്കി അവനെ കടലിൽ എറിഞ്ഞപ്പോൾ കടൽ മത്സ്യം അവനെ വിഴുങ്ങിയതായിട്ട് കാണുന്നു. അവനെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ദൈവം മത്സ്യത്തോട് പറയാണ്, നീ അവനെ കടലിൽ ശർദ്ദിച്ച് കളയാനായിട്ട്. നോക്കുക, അവനെ കടലിൽ ശർദ്ദിച്ച് കളഞ്ഞിരുന്നെങ്കിൽ അവൻ നശിച്ചു പോകാമായിരുന്നു, മരിച്ചു പോകാമായിരുന്നു, കടലിലെ മത്സ്യങ്ങൾ അവനെ തിന്നു കളയുമായിരുന്നു. എന്നാലേ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. ദൈവം അവനെ കരുതിയെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവനോട് പറയുകയാണ്, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നുവെന്ന് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ലും എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ ഇറങ്ങി, ഭൂമി എന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ അവൻ ദൈവത്തെ ഓർത്തു. ഞാൻ എന്റെ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. അവൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കഷ്ടതയുടെ നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥന കേട്ടു. വിശുദ്ധ മന്ദിരത്തിലേക്ക് നിന്റെ അടുക്കലെത്തി. ബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായവനെ ഉപേക്ഷിച്ചു. ഞാനോ സ്തോത്രനാമത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നിറഞ്ഞിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ സങ്കീർത്തനങ്ങൾ 118:6 ഇങ്ങനെ വായിക്കുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. 18-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു തന്നെ. അതുപോലെ സങ്കീർത്തനങ്ങൾ 40:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. സങ്കീർത്തനങ്ങൾ 130:1 ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് കർത്താവെ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ യോനായി 2:1 കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. നീ എന്റെ നിലവിളി കേട്ടു. അതുപോലെ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നുള്ളത് അവനെ സങ്കീർത്തനങ്ങൾ 18:6 നമ്മളിങ്ങനെ വായിക്കുന്നു. 68:19 ഇങ്ങനെ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായ നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാട്ടെ. നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തവണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളെ രക്ഷിച്ച കർത്താവ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു കിടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ വസിക്കുന്ന കർത്താവ്, നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തവണ്ണം
അവന്റെ കൈ കുറുകിയിട്ടില്ല, ചെവി മന്ദമായിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്ര വലിയവനായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കണം നമുക്ക് ദൈവത്തെ മനസ്സുകളിൽ ജീവിപ്പാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിലവേക്ക് പോകേണ്ടതിന് പകരം തർശീശിലേക്ക് പോയ അനുസരണം കേട്ട യോനായെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല 3-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് 2:10 ഇങ്ങനെ, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് 3-ാം വാക്യത്തിൽ ഇങ്ങനെ 3-ാം അധ്യായത്തിൽ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്ത് പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. നിനവയിലേക്ക് അവനെ പോകാണ്ടതിന് പകരം ആദ്യം അവൻ തർശീശിൽ പോയി വീണ്ടും അവനെ ആ കഷ്ടതയിലും പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോൾ യോനായെ ദൈവം വിളിച്ചു. പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ യോന ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് യോനായെ മത്സ്യത്തോട് കൽപ്പിച്ചു അവനെ കരയ്ക്ക് ശബ്ദത്തിനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോന അതിനുശേഷം അവൻ ദൈവത്തോട് പ്രായശ്ചിത്തം ചെയ്താൽ ദൈവം അവനോട് പറഞ്ഞ് നീ ചെന്ന് എന്റെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്ന്, എന്നാൽ നിനക്ക് നിനവയിലേക്ക് 3 ദിവസത്തെ വഴി ഉണ്ടായിരുന്നു. അവൻ അവിടെ ചെന്ന് അവിടെ പ്രസംഗിക്കാനായിട്ട് ദൈവത്തെ വഴിയെന്ന് നഗരമായ യോന നഗരത്തിൽ ചെന്നു. ആദ്യം 1 ദിവസത്തെ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലനാശമാക്കുമെന്ന് പറഞ്ഞു. ഉന്മൂലനാശമാക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെയും അത് കേട്ട് പേടിച്ചു. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. 1 ദിവസത്തെ പ്രസംഗം കൊണ്ട് നിനവയിലുള്ള ദുഷ്ടന്മാരായ ആളുകളോട് ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം നിനവയെ ഉന്മൂലനാശമാക്കുമെന്ന് അവർ പറഞ്ഞപ്പോൾ യോന പ്രസംഗിച്ചപ്പോൾ അവരെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചതായിട്ട് നമുക്ക് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അവരൊക്കെ ഈ ഉപവാസം പരസ്യമായി രാജാവിനോട് പറയുന്നതായിട്ട് ഈ വർത്തമാനം രാജാവിന്റെ അടുക്കൽ എത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജാവ് രാജവസ്ത്രം ധരിച്ച് രാജവസ്ത്രം നീക്കി രട്ട് പുതച്ച് വെണ്ണീരിൽ ഇരുന്ന് അവർ നിലവിലെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് അവരുടെ 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ അവർ നിലവേക്കാരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്തെല്ലാം സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാണല്ലോ. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു, അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. എന്നാല് അവിടെയുള്ളവരെ ദുർമാർഗത്തിൽ 3-ന്റെ 8-ാം വാക്യത്തിൽ മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഓരോരുത്തരും താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുദപിച്ചു നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവരെ ഉഗ്രകോപം വിട്ടുമാറിയിരിക്കുമോ, അവരെ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോനയുടെ മെസ്സേജ് മൂലം, പ്രസംഗം മൂലം അവരെല്ലാവരും ദുർമാർഗം വിട്ട് മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് അടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം അവരുടെ പ്രവർത്തികളെ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ചു. ദൈവം ഇവർ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വന്നില്ലെങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവർക്ക് ഒരു അനർത്ഥം വരുത്തുമെന്ന് ദൈവം കരുതിയിരുന്നു. എന്നാൽ ആ അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുഭവിച്ചു, അത് വരുത്തിയില്ല എന്ന് നമുക്ക് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളോട് കരുണ തോന്നുന്ന ഒരു കർത്താവ്, മനസ്സിലുള്ള കർത്താവ്, നമ്മൾ എത്ര തെറ്റിപ്പോയായിരുന്നാലും ദിവസസന്നിധി വിട്ട് ഓടിപ്പോയാലും അവനോടത്ത് കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കഴിഞ്ഞാൽ ദൈവം അവനെ കാണുകയല്ലെന്ന്. പ്രിയമുള്ളവരെ, നാം സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കാണും. ആകാശത്തിന്റെ കിളിവാതിലുകളിൽ കൂട് വെച്ചാലും നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മയൊക്കെയും കാണുന്ന പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ്, നമുക്കായി സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവ്, നമുക്ക് അവനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. യോന വിചാരിച്ചത് നിനവേക്കാർ ദൈവത്തിലേക്ക് അടുക്കത്തില്ല, അവർ ദുർമാർഗം വിട്ട് മനം തിരികയില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു യോനയെ ഭരിച്ചിരുന്നത്. എന്നാൽ അവർ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ എന്ന്. അതുകൊണ്ടായിരുന്നു ഞാൻ നിനവേക്ക് പോകാതിരുന്നതെന്ന് പറയുന്നതായിട്ട് തോന്നുന്നു. ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയെന്ന് കാണുവാനായിട്ട് പോയതെന്ന് യോന പറയുന്നതായിട്ട് കാണുന്നു. യോന ദൈവത്തോട് ഒരു സ്നേഹിതനെ പോലെ ഇടപെടുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നീ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ ആയിരുന്നല്ലോ. ഞാൻ നിനവേക്ക് പോകുന്നില്ല, അവിടുത്തെ ആളുകളെ ദുർമാർഗം വിട്ട് തിരിയുന്നില്ല, അവരെ ദൈവത്തിൽ വിശ്വസിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു. എന്നാൽ അവരെ ദൈവത്തിലേക്ക് അടുത്ത് ദുർമാർഗം വിട്ടു എന്ന് കാണുവാൻ കഴിഞ്ഞപ്പോൾ യോന കോപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്നെയുമല്ല, അതുകൊണ്ടായിരിക്കും ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ദയുള്ള ദൈവമല്ലോ.
ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോനായിക്ക് മനസ്സിലായി കർത്താവ് നീ കൃപയും കരുണയും ദീർഘക്ഷമയും 4-ന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ദയയും ഉള്ള ദൈവമല്ലോ, അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോഴാണ് അവൻ മനസ്സിലായത് അവൻ അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്ന ദൈവമാണെന്ന് അവൻ ഇപ്പം മനസ്സിലായി. എന്നാൽ അയാൾ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അവനെ ആഴ്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ ദൈവത്തോട് പറയുകയാണ്, നീ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് അവൻ പറയുകയാണ്. അവന് കാണാനായിട്ട് സാധിക്കുന്നത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത്. അവന് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന്. എന്നാൽ നീ കർത്താവ് അവനോട് ചോദിക്കണം, നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം 5-ാം ഭാഗത്തിൽ യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൽ കിഴക്കേ അറ്റത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അവൻ കാത്തിരുന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനെ നോക്കി പാർത്തു. അവിടെ നഗരത്തിലുള്ള ജനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അവനെ കാണുവാൻ വേണ്ടി അവനെ നഗരത്തിന്റെ അറ്റത്ത് ചെന്ന് കിഴക്കേ അറ്റത്ത് ചെന്ന് ഒരു കുടിലുണ്ടാക്കി അവൻ താമസിക്കുകയായിരുന്നു. അപ്പോൾ യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കണം യഹോവയെ ദൈവം രാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. പ്രിയമുള്ളവരെ, അവനെ രക്ഷിക്കാൻ വേണ്ടി കർത്താവിന് അവന്റെ കരം കുറുകിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായി അവനൊരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് ആ ആവണക്ക് നിമിത്തം അവന്റെ മീതെ വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖത്തില് നമ്മൾ ദുഃഖിക്കുന്നവരാണ്, എന്നാൽ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കും. അതൊന്ന് വാസ്തവമാണ്. മനുഷ്യരായ നാം നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ എന്നാലും ഓവർ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിനൊരു ആനന്ദമില്ല. ഒത്തിരി സന്തോഷിക്കുക വെച്ചാൽ അതിന് ദുഃഖം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളെ ദൈവം നമ്മളെ സുഖം തരുമ്പോൾ നമ്മളെ ദൈവസന്നിധി താഴ്മയോടും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി നന്ദിയുള്ളവരായിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ കടാക്ഷിക്കുക എന്നുള്ളതിന് എത്ര വാസ്തവമാണ്. എന്നാൽ ഇവിടെ ഈ യോന ആവണക്ക് നിമിത്തം വളരെ സന്തോഷിച്ചായിട്ട് അവ കാണുവാൻ സാധിക്കും. ആ സന്തോഷം അവന് ദുഃഖമായി ഭവിച്ചുവെന്ന് 7-ാം വാക്യത്തിൽ കാണുന്നു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണൊക്കെ കുത്തിക്കളഞ്ഞു. അവന്റെ ഓവർ എക്സൈറ്റഡ് ഒത്തിരി അവൻ ഓവർ സന്തോഷിച്ചതിന്റെ ഫലമായിട്ട് അത് ദൈവത്തിന് മനസ്സിലാകുവാൻ സാധിച്ചു. അതുകൊണ്ട് അവന് അതെല്ലാം കാണുന്ന ദൈവം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുഴുവിനെ കൽപ്പിച്ചുണ്ടാക്കിയിട്ട് ആ ആവണൊക്കെ കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായ ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. വളരെ അവന് ഓവർ എക്സൈറ്റഡ് ഒത്തിരി സന്തോഷിച്ചപ്പോൾ ദൈവം അത് കണ്ടു. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ദിവസം താഴ്മയുള്ളവരായ ജീവിപ്പനെ കൊണ്ട് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യാണ്. നമ്മൾ കൂടുതൽ സുഖ സൗകര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ നിഗളിച്ചു പോകാൻ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നത് നമുക്ക് ഇതിൽ വായിക്കാനായിട്ട് സാധിക്കും. നമ്മൾ നിങ്ങളമില്ലാത്ത ഹൃദയത്തോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ കടാക്ഷിക്കുക എന്നുള്ളത് എത്ര വാസ്തവമാണ്. അതുപോലെ തന്നെ ഇവിടെ വെയിൽ വന്നപ്പോൾ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് അവൻ ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് വീണ്ടും അവൻ പറയുകയുണ്ടായി. ദൈവം യോനായോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചതിനെ അവൻ വീണ്ടും കർത്താവ് ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്ന വിഹിതമോ? ഒരു ദിവസം കൊണ്ടുണ്ടായി വന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് ചിന്തയുണ്ടെങ്കിൽ നീ മരണം വരെയൊന്നും കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാത്ത ഒരു രാത്രിയിൽ ഉണ്ടായ ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ഈ ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവോ എന്ന് യോനായോട് ദൈവം ചോദിക്കുകയാണ്. അവന് യാതൊരു ചിന്തയുമില്ല. ഒറ്റ ദിവസം അവൻ തന്നെ ചിന്തിച്ചില്ല. എന്നാലേ അവൻ മനസ്സിലാക്കുന്നത് ദൈവം അവനെ കരുതി ഒറ്റ ദിവസം കൊണ്ട് അവന് തണലായിട്ട് അവനെ ആവണക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നാല് അവന്റെ അഹങ്കാരത്തില് ആ സുഖത്തിൽ അവൻ സന്തോഷിച്ചു. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവനെ താഴ്മയില്ല എന്ന്. എന്നാൽ താഴ്മയോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അവൻ ചിന്തിച്ചില്ല. പുഴുവിനെ ഉണ്ടാക്കി അത് കുത്തിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അധ്യക്ഷമായ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ അവൻ വളരെ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദിവസം നമ്മൾ പിറുപിറുപ്പ് കൂടാതെ ദൈവത്തോട് പറ്റി നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് എത്ര വാസ്തവമാണ്. എന്നാൽ ഇവിടെയും ദൈവം യോനായെ കൈവിട്ടില്ല. ഒരു രാത്രിയിൽ ഉണ്ടായി വന്ന നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണകിനെ കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കൈ ഇടങ്കൈ തമ്മിൽ തിരിച്ചറിയാനും കൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുള്ള മഹാനഗരമായ നിലവയോടെ നിനക്ക് അയ്യോഭാവം തോന്നുന്നില്ലയോ? പ്രിയമുള്ളവരെ, ആ 1,20,000 ചില്ലുവാനും ജനങ്ങളുള്ള നിലവയെ കുറിച്ച് ഒരു അയ്യോഭാവം തോന്നാത്ത യോനായോട് ദൈവം ചോദിക്കുകയാണ്, നിനക്ക് അവരെ കുറിച്ച്
അയ്യോഭാവാൻ തോന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള നാശത്തിൽ പോകുന്നവരെ, പാവത്തിൽ കിടക്കുന്ന ഭാവികളായ മനുഷ്യരോട് നമുക്ക് അയ്യോഭാവം തോന്നുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ ഞാൻ കേരളത്തിൽ ഡൽഹിയിൽ വന്നു. ഡൽഹിയിലായിരിക്കുന്നത് ദൈവത്തിന് കൊള്ളാവുന്നവരെ ജീപ്പാനും നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ച് നമുക്ക് അയ്യോഭാവം തോന്നും. ഈ ലോകത്തിൽ പാവത്തിൽ കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ദൈവത്തിനെതിലേക്ക് ആക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് വേണ്ട വിധത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ തക്കോണം, ദൈവത്തിലേക്ക് നയിപ്പാനും സ്വന്തരാജ്യത്തിന്റെ അവകാശമില്ലാതെ തീർക്കുവാൻ തക്കോണവും നമ്മളെ ദൈവം സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വേണ്ട വിധത്തിൽ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും യുവനായെ പോലെ ആകുവാൻ ഇടയാകാതെ പുറകുറപ്പ് കൂടാതെ ദൈവത്തിന്റെ സന്തോഷിക്കുവാനും നമ്മളെ അത്യന്തം സന്തോഷിക്കാതെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണല്ലോ. അതുകൊണ്ട് ദൈവസന്നിധിയില് നമ്മള് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നിലയെ കുറിച്ച് ചിന്തയില്ലയോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ആ മഹാനഗരമായ നിലയെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നില്ലോ? നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളെ കുറിച്ച്, അയൽ സംസ്ഥാനങ്ങളെ കുറിച്ച് പാപത്തിൽ പോകുന്ന ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി പോകുന്ന അവരെ കുറിച്ച് നമുക്ക് അയ്യോഭാവം തോന്നേണ്ടത് ആവശ്യമാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അവരെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമ്മളെ ഈ പാപത്തിന്റെ കുഴിയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞു തെറ്റുന്നവരെയൊക്കെയും കയറ്റേണ്ടതിനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകൾ വേണ്ടതിൽ വ്യാപാരം ചെയ്ത് ജീവിക്കാൻ കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 1-2 വാക്യം കൂടി വായിച്ചുകൊണ്ടേ ഇരുന്നോളാം. സങ്കീർത്തനങ്ങൾ 6:50 15 വാക്യം വായിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിളിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ ആരും ചെയ്യുന്നത് കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിക്കുക, അവൻ നമ്മളെ വിടുവിക്കും, എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ 2 ശമൂവേൽ 22:7 വാക്യം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എന്റെ ദിനത്തോടെ നിന്നെ നിലവിളിച്ചു. അവൻ എന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവന്റെ ചെവിയിലെത്തി. നാം കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുകയാണെങ്കിൽ, അവൻ നമ്മുടെ ദൈവത്തോട് തന്നെ നിലവിളിക്കുകയാണെങ്കിൽ, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ട് എന്റെ നിലവിളി അവന്റെ ചെവിയിൽ എത്തുകയും ചെയ്യുമെന്നുള്ളത് എത്ര വാസ്തവമാണ്. നമ്മളെ അവന്റെ ചെവിയിൽ നമ്മൾ കരുതുന്ന കർത്താവ് നമ്മുടെ കഷ്ടതയിൽ നമ്മൾ വിടുവിക്കും, അവന്റെ മന്ദിരത്തിൽ നിന്ന് നമ്മളെ അപേക്ഷ കേൾക്കും എന്നുള്ള എത്ര വാസ്തവമാണ്. അതുപോലെ തന്നെ 1 ശമൂവേൽ 12:14 വാക്യം. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ സേവിക്കുകയും ചെയ്യുവിൻ, അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ഇവിടെ നമുക്ക് കാണുവാനുണ്ട്, യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുകയും മാത്രം ചെയ്യുവിൻ, അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു ഓർത്തുകൊള്ളുവിൻ. ഇവിടെ യോനായുടെ ജീവിതത്തിലും എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു ഓർക്കുവാൻ അവന് ഇടയാകട്ടെ. നമ്മൾക്കും യോനായുടെ ജീവിതത്തോട് ചേർന്ന് നമുക്ക് വളരെ അനുസരണക്കേടന്റെ മകനായിരുന്നു. അവനെ ദൈവം കൈവിട്ടില്ല. കടലിൽ എറിഞ്ഞപ്പോൾ കടൽക്ഷോഭം കൊണ്ട് അവൻ നശിച്ചില്ല, മുങ്ങിപ്പോയില്ല. അവിടെയും ദൈവം കരുതി. ഓളങ്ങളും തിരമാലകളും അവനെ മുറ്റിച്ചെങ്കിലും അവൻ അവിടുന്ന് ദൈവം അവനെ വിടുവിച്ചു. അവന് അതിന്റെ എല്ലാ അനുഭവത്തിൽ കഷ്ടതയിൽ കൂടി ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ രക്ഷയായ ദൈവം അവനെ രക്ഷിച്ചു എന്നുള്ളത് അവൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. മാത്രമല്ല, അവൻ നിനിവേയിലേക്ക് തിരിച്ചു പോയി അവിടെയുള്ള ജനങ്ങളോട് വിശേഷം അറിയിച്ചു. അനേകരെ ദൈവത്തിൽ വിശ്വസിച്ചു. നിനിവേ പട്ടണം മുഴുവനും ദൈവത്തിൽ വിശ്വസിച്ചു. അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, അവനെ ദൈവത്തോട് കോപമുണ്ടായി. അവനെ അനർത്ഥം സംഭവിച്ചില്ല എന്നുള്ളത്, നിനിവേക്കാർക്ക് സംഭവിച്ചില്ല എന്നുള്ള മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ദൈവത്തോട് കോപിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനെ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് വളരെ നല്ലതെന്നുള്ള കാര്യം അവൻ പറയുകയുണ്ടായി. എന്നാലും ദൈവം അവനെ കൈവിട്ടില്ല എന്നുള്ള എത്ര വാസ്തവമാണ്. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട്
ഉണ്ടായൊക്കെ കാണുന്നത് അവൻ ദുഃഖിക്കുന്നതായിട്ട് കാണുന്നു. അവന് ഈ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടും അവനെ നശിച്ചു പോകുന്ന ഇതിനെ കുറിച്ച് ചിന്ത ഉണ്ടായില്ല. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനസമൂഹത്തെ നശിച്ചു പോകുന്ന ജനസമൂഹത്തോട് നമുക്ക് അയ്യഭാവം തോന്നുവാൻ തൊക്കെ നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. പാവത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച് അവരെ ദൈവഭാവത്തേക്ക് ആക്കുവാനും സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശങ്ങളാക്കി തീർക്കാൻ തക്കണം ഒരു ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് സഹോദരിമാരായി നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനും മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിപ്പാൻ തക്കണം. നമ്മളെ വരും ദിവസങ്ങളിൽ കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആന്റി. ദൈവം അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള വചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. അതെ, കഷ്ടതയില് നിലവിളിച്ച ആ പ്രവാചകനായ യോനയെ കുറിച്ചാണ് നാം കേട്ടത്. നമ്മൾ പല പ്രാവശ്യം യോനയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാലും ഒരു പുതിയ ഒരു ചിന്ത പിന്നെയും കേൾക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയ ആന്റിയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാൻഡത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. തുടർന്നും ആന്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകം ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ആന്റിയെ ബലപ്പെടുത്തട്ടെ. ഇനിയുള്ള സമയം നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹലോ സിസ്റ്റർ ശാന്തമ്മ, മ്യൂട്ടഡ് ആണ്. എന്നുണ്ട്? ഓ സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെ തണുപ്പ് ആണോ? ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്.